ഭൂമി ന്യൂസിനോട് സംസാരിക്കുന്നുണ്ട് സി കെ വിജയൻ. അംഗീകരിക്കാതെ വന്നപ്പോൾ ഞാൻ പാർട്ടി പറഞ്ഞു, ഞാൻ പരസ്യമായി പറയും, ഞാൻ ജനങ്ങളോട് പറയും. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചു, ഞാൻ ഉയർത്തിപ്പിടിച്ച ആശയമാണ് ശരി എന്നത്. ജനങ്ങൾ തളിപ്പറമ്പിൽ മാത്രമല്ല, ഞങ്ങൾ പയ്യന്നൂരായാലും അമ്പലപ്പുഴയായാലും ഇങ്ങനെയൊക്കെ ഉയർത്തിയ ഈ ആശയത്തിന് പൂർണ്ണമായ പിന്തുണയാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത്. തളിപ്പറമ്പിൽ പ്രത്യേകിച്ചു ഞാൻ തളിപ്പറമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ആദ്യമേ മാധ്യമങ്ങളോടും മറ്റും കാര്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളുണ്ട്. അത് ഈ ഉൾപ്പാർട്ടി ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് കുടുംബാധിപത്യവും പിന്തുടർച്ചാവകാശവും ഇവിടെ നടപ്പിലാക്കാൻ നോക്കുമ്പോൾ അതിനെ എതിർത്തിട്ടാണ് ഞാൻ പാർട്ടി രംഗത്ത് വന്നിട്ടുള്ളത്. ഞാൻ CPM-ന്റെ കേഡർ വോട്ട് വരെ താങ്കൾക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകൾ, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആളുകൾ ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയും വോട്ട് കിട്ടില്ല. 22,000 വോട്ടിന് MP ഗോവിന്ദൻ മാഷ് ജയിച്ച സ്ഥലത്താണ് 12,500 വോട്ടിന് ഞാൻ ജയിക്കുന്നത്. ഞാനും ഗോവിന്ദൻ മാഷുമായി തട്ടിച്ചു നോക്കിയാൽ ആനയും ആടും തമ്മിലുള്ള ഒരു രീതിയാണല്ലോ ഉണ്ടാവുക. ഞാൻ അയാളുടെ വോട്ടിൻ്റെ മറികടന്നുകൊണ്ട് എനിക്ക് ഒത്തിരി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയണമെങ്കിൽ പാർട്ടി അണികളാകെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിപ്പുള്ളവരാണ് തളിപ്പുറം മണ്ഡലത്തിലുള്ള പാർട്ടിക്കാർ മാത്രമല്ല, പലയിടങ്ങളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. മാഷേ, നിങ്ങൾ നിലയെടുത്ത നിലപാട് ശരി, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾ ധീരമായ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പറയാൻ ഒരുപാട് പാർട്ടിക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. അത് ഈ പാർട്ടി ഇനിയും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പാർട്ടി ഇനിയും കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടാനാണ് പോകുന്നു. ഇപ്പം മാഷ് എപ്പോഴും പറയുന്നൊരു കാര്യം, പാർട്ടിയെ തിരുത്തുക എന്നുള്ളതാണ് തൻ്റെ ഒരു പ്രവർത്തന ലക്ഷ്യം. ആ രീതിയിൽ ഒരു തിരുത്തൽ ഫാക്ടറായി ഇപ്പോൾ ഇത് മാറി. തീർച്ചയായിട്ടും തിരുത്തൽ. ഈ റിസൾട്ട് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള UDFന് അനുകൂലമായിട്ടുള്ള ഈ റിസൾട്ട്, അതിൽ നിന്ന് പാഠം പഠിക്കാൻ CPM തയ്യാറാകുന്നില്ലെങ്കിൽ CPM കൂടുതൽ പതനത്തിലേക്ക് പോകും. ഇതിൽ നിന്ന് പാഠം പഠിക്കണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് CPM തകരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കേരളത്തിൽ CPM ഉണ്ടാവണം. പക്ഷേ CPMനെ തകർക്കുന്ന പണിയാണ് നേതൃത്വം ചെയ്യുന്നത്. എന്നാൽ ആരൊക്കെയാണ് അതിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ആളുകളാണ് അതിന് നിലപാടിൽ മാറ്റം വരുത്തേണ്ടത്. ആരോടാ വെറുപ്പ്? ഇവരോടൊക്കെയല്ലേ വെറുപ്പ്. കാരണം ഇവരൊക്കെ മുഖ്യമന്ത്രിയോട് വെറുപ്പുണ്ടായില്ലേ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കുറിച്ച് അഭിപ്രായം പറയുന്നവരുണ്ട്. 7 റൗണ്ടാണ് മുഖ്യമന്ത്രി പിറകിലായി പോയത്. അതെ, ഇത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഞാനെല്ലാം ഒരിക്കലും പിണറായി വിജയൻ പരാജയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. പിണറായി പരാജയത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് തന്നെ വേവിലാതി ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിണറായി തോൽക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ചങ്കിടിപ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ നിലയിലേക്ക് എത്തി എന്നുള്ളത് പിണറായി മനസ്സിലാക്കണം, പാർട്ടി ആകെ മനസ്സിലാക്കണം. അത് തിരുത്താൻ ഇനിയെങ്കിലും അവർ തയ്യാറാണ്. ഇല്ലെങ്കിൽ ഇവരെല്ലാം കാലശേഷം പാർട്ടി ഉണ്ടാവില്ല. ബംഗാളിൻ്റെ പോലെ തന്നെ അവസ്ഥയിലേക്ക് കേരളത്തിലെ പാർട്ടി നീങ്ങും. ഇത് കുറച്ചുകൂടി നേരത്തെ ഈ തീരുമാനം എടുക്കണം എന്നിപ്പോൾ തോന്നുന്നുണ്ട്. എടുക്കണമായിരുന്നു എന്ന് തോന്നുന്നു. TKG MLA ആയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്.